നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ ഇന്ന് ഒരു കുഞ്ഞാടിൻ്റെയും ഇടയൻ്റെയും കഥ നിങ്ങളോട് പറയാം. പണ്ടൊരിടത്ത് നല്ലവനായ ഒരു ഇടയൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 100 ആടുകളുണ്ടായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ തനതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ബാക്കിയുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചെറിയ ഒരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു. സ്നോഫ്ലേക്ക് എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ രോമങ്ങൾ പുതുതായി വീണ മഞ്ഞ് പോലെ വെളുത്തതായിരുന്നു. അവളുടെ കണ്ണുകൾ പ്രഭാതത്തിലെ മഞ്ഞ് പോലെ തിളങ്ങി. എല്ലാ ദിവസവും അവൾ പുൽമേടുകൾ പര്യവേക്ഷണം ചെയ്യാനും ചിത്രശലഭങ്ങളെ പിന്തുടരാനുമായി കാട്ടുപൂക്കളെയും മണത്തുകൊണ്ട് ചുറ്റി നടക്കും. നല്ല സൂര്യപ്രകാശമുള്ള ഒരു പ്രഭാതത്തിൽ മറ്റാടുകൾ മേഞ്ഞു നടക്കുമ്പോൾ പുൽമേടിന്റെ അരികിൽ വർണ്ണാഭമായ ചിത്രശലഭം പറക്കുന്നത് സ്നോഫ്ലേക്ക് ശ്രദ്ധിച്ചു. അതിനെ പിന്തുടരാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ നിന്നകന്ന് അപരിചിതമായ വനത്തിൽ സ്നോഫ്ലേക്ക് തനിച്ചാവുന്നവരെ ചിത്രശലഭം അവളെ കൂടുതൽ അകലേക്ക് നയിച്ചു. ഇടതൂർന്ന് ഉയരമുള്ള മരങ്ങൾ നിറഞ്ഞ ഒരു കാട്ടിൽ അവൾ എത്തിപ്പെട്ടു. താൻ തനിച്ചാണ് മനസ്സിലാക്കിയ കുഞ്ഞാട് അത്തമത്തോടെ പൊട്ടിക്കരഞ്ഞു. അവളുടെ ഹൃദയം ഇടുപ്പ് വർദ്ധിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവളുടെ ഇടേന്റെ സാന്നിധ്യം അവൾക്ക് നഷ്ടമായി. ഇരുനിരയിൽ ഗ്രാമത്തിൽ തിരിച്ചെത്തിയിടയൻ തൻ്റെ ആടുകളെ എണ്ണി. 99 എന്നാൽ ഒന്ന് കാണാതായിരിക്കുന്നു. തനിക്ക് പ്രിയപ്പെട്ട സ്നോഫ്ലേക്കിനെ. ഇടയന്റെ ഹൃദയം തകർന്നു. അവളെ കണ്ടെത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. നിത്യദാർഢ്യത്തോടെ ഇടയൻ തന്റെ വടിയും പിടിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. സ്നോഫ്ലേക്ക് അവൻ വിളിച്ചു. അവന്റെ ശബ്ദം മരങ്ങൾക്കിടയിൽ പ്രതിധ്വനിച്ചു. പക്ഷേ അവളെ അവിടെ എങ്ങും കണ്ടില്ല. ഇടയൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇടയൻ കുന്നുകൾ കയറി അരുവികൾ കടന്ന് കുട്ടിക്കാടുകൾ താണ്ടി മുന്നോട്ട് പോയി. ഒടുവിൽ വളരെ തിരിഞ്ഞതും തേത്തം അവനൊരു മഞ്ഞ നിലവിളി കേട്ടു. സഹായത്തിനായുള്ള മൃദുലമായ നിലവിളി. ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്ന ഇടയൻ പേടിച്ചടണ്ട അവസ്ഥയായ കുഞ്ഞാടിനെ കണ്ടെത്തി. ഓ സ്നോഫ്ലേക്ക്, ഞാൻ എത്തി. പേടിക്കണ്ട, നീ ഇപ്പോൾ സുരക്ഷിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടയൻ അവളെ കയ്യിലെടുത്തു. അവൻ അവളെ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം തീക്ക് ചുറ്റിയിരുന്ന് ഇടയൻ കുഞ്ഞാടിന്റെ കഥ ഗ്രാമവാസികളുമായി പങ്കിട്ടു. നഷ്ടപ്പെട്ട ആട്ടുംകുട്ടിയെ കണ്ടെത്തിയപ്പോൾ തനിക്കുണ്ടായ സന്തോഷം അദ്ദേഹം വിശദീകരിച്ചു. ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടൊരാത്മാവ് ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. അന്നു മുതൽ സ്നോഫ്ലേക്കും എപ്പോഴും ഇടയനോട് ചേർന്നിരുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇടയൻ കുഞ്ഞാടിനെ പരിപാലിച്ചതുപോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കുന്നുവെന്ന് നാം ഓർക്കണം. നാം എത്ര നഷ്ടപ്പെട്ടതായി അല്ലെങ്കിൽ തനിച്ചായതായി തോന്നിയാലും ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും നമ്മൾ കണ്ടെത്തി വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. ഈ കഥ കേട്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.